സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്ക് കത്ത് ഇന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. ചന്ദ്രികയാണ് കത്ത് അയച്ചിരിക്കുന്നത്. എന്താണ് വിഷയം? ചന്ദ്രിക പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഭർത്താവ് വിദേശത്താണ്, 8 വർഷമായി, ഇതുവരെയായിട്ടും സമ്പാദ്യമൊന്നും ആയിട്ടില്ല, സ്വന്തം വീട് പോലും ഇതുവരെ ആയിട്ടില്ല, എന്താണ് ഒരു ഉയർച്ചയും ഉണ്ടാവാത്തത്, എന്നാണ് ഒന്ന് രക്ഷപ്പെടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിപ്രധാനതരമായിട്ടുള്ള 12 തരം കാളസർപ്പദോഷങ്ങളുണ്ട്. ഇത് 12ഉം ഓരോ തരത്തിൽ മനുഷ്യജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതാണ്. എന്നാൽ മധ്യപ്രായം വരെ ബുദ്ധിമുട്ടിപ്പിച്ചതിന് ശേഷം വാരിക്കോരി കൊടുക്കുന്ന കാളസർപ്പയോഗവും ഉണ്ട്. അപൂർവം ചില പേരും പ്രസിദ്ധിയും ഉള്ള ക്രിക്കറ്റ് താരങ്ങൾ, സിനിമാ താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണതലത്തിലിരിക്കും വ്യക്തികൾ, അതുപോലെ തന്നെ നിഷ്കാമകർമ്മികൾ, വലിയ വലിയ പേരും പ്രസിദ്ധിയുമുള്ള ശാസ്ത്രജ്ഞന്മാർ, എന്നാൽ ഇതൊന്നും അല്ലാത്തവർക്കും ഉണ്ട് കാളസർപ്പം. പക്ഷേ കൂടുതലും കാളസർപ്പം കണ്ടുവരുന്നത് അതിമാനുഷ യോഗങ്ങൾ ഒക്കെ ഉള്ളവർക്ക് ആണ് വരുന്നത്. സാധാരണ ഒരു മനുഷ്യന് പറ്റാത്ത കാര്യങ്ങൾ, ജനപിന്തുണ, സൗന്ദര്യം, ബുദ്ധിശക്തി, ധാരണാശക്തി, മേധാശക്തി, പ്രത്യുൽപ്പന്നമത്വം, ആരോഗ്യം, അടവുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും മനുഷ്യജീവിതത്തിന് അതിശയം വരുത്തത്തക്ക രീതിയിലുള്ള പ്രകമ്പനം കാണിക്കാൻ കഴിവുള്ള, അതിശയങ്ങൾ കാണിക്കാൻ പറ്റുന്ന വലിയ വലിയ ജാലവിദ്യക്കാർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ പലർക്കും കാളസർപ്പം ഉണ്ട്. പക്ഷേ ഇവരൊക്കെ 40 വയസ്സ് മുതൽക്കാണ് പേരും പ്രസിദ്ധിയും കിട്ടുന്നത്. ഇല്ലെങ്കിൽ 3 പന്തിരാണ്ട് കഴിയണം. അതായത് 3 36 വയസ്സ് കഴിയണം. എന്നാൽ 37നും 40നും മധ്യയോ ഇവരുടെ ഭാഗ്യകാലം തെളിഞ്ഞിടും ധ്രുവം, ഭാഗ്യകാലം തുടങ്ങുകയാണ്. പിന്നെ മരിക്കുന്നതിന് ശേഷവും ഈ ആത്മാവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയുണ്ട്, എത്രയോ പേരുണ്ട്. ദൈവങ്ങൾ, അവരെ യുഗപ്രഭാവന്മാർ ഇന്നും നമ്മൾ ആചരിക്കുന്നവരുണ്ട്. ഇത് മനസ്സിലുണ്ടോ ഇല്ലെങ്കിലും ഇവരുടെയൊക്കെ സ്തൂപങ്ങൾ, പ്രതിമകൾ, ഇതെല്ലാം ഉണ്ട്. അവർക്കൊക്കെ ഒട്ടുമുക്കാലും കണ്ടുവരുന്നത്, എല്ലാവർക്കും വേണമെന്നില്ല, കാളസർപ്പമുണ്ട്. ജനിച്ച ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിൽ രാഹുവും 8ാം ഭാവത്തിൽ കേതുവും നിൽക്കുന്ന ധനകാളസർപ്പം ആണ് ഇദ്ദേഹത്തിനുള്ളത്. അതായത് ഒരു സ്വന്തം പരിശ്രമത്താൽ അല്ലെങ്കിൽ സ്വന്തം അധ്വാനത്താൽ നേരിട്ട് കയ്യിൽ സ്റ്റോക്ക് ചെയ്യുന്ന പണം, ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു അഭിവൃദ്ധി അല്ല പറയുന്നത്. ജനങ്ങളാൽ വാരിക്കോരി കൊടുക്കുന്ന സ്നേഹാദരവുകൾ, ബഹുമാനാദികൾ, ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന പദവികൾ, ധനങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ ജീവിക്കാനും അവർക്ക് വേണ്ട ഒത്താശയ്ക്കും സുഖസൗകര്യമായി ജീവിക്കാൻ ആയിട്ട് ജനങ്ങളാൽ പിരിവിട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ദാരിദ്ര്യത്തിന് അരിമേടിക്കാനുള്ളതല്ല. വലിയ വലിയ രമ്യകർമ്മ്യങ്ങൾ, നാം ഒരു 10 ജന്മം ജോലി എടുത്താൽ പറ്റാത്ത കാര്യങ്ങൾ എല്ലാം ഗവൺമെൻറ്റിൽ നിന്നോ ഈശ്വരാനുഗ്രഹത്താലോ അപ്രതീക്ഷിതമായിട്ടോ ഒക്കെ അവർക്ക് ബിസിനസ്സുകളിലൂടെയോ അല്ലെങ്കിൽ ജനങ്ങളിലൂടെയോ മറ്റേതെങ്കിലും കണ്ടുപിടുത്തങ്ങളിലൂടെയോ മറ്റെന്തെങ്കിലും പേറ്റൻറ്റിലൂടെയോ കവിതകളിലൂടെയോ ഒക്കെ കിട്ടേണ്ട വലിയ വലിയ ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത്. അവരൊരു നിശ്ചിത ജോലിയിൽ നിൽക്കുന്ന തുകകൾ കൊണ്ട് തൃപ്തരോ, അതുകൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകുകയില്ല. ഇങ്ങനെയുള്ളവർ കയ്യിൽ പണം കരുതാതിരിക്കുക, സ്വന്തം പേര് നിക്ഷേപിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ 37നും 40നും മധ്യയായി ജീവിതം ഉയരും. UK വരെ പോയിട്ടും സാമ്പത്തികപരമായി രക്ഷപ്പെടാത്ത ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. കേരളത്തിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒതുങ്ങിക്കൂടിയാൽ ഇതിനേക്കാൾ സുഖമായിട്ട് ജീവിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് മിക്കവാറും ഒരാഴ്ച 8ഉം 10ഉം പേര് വിളിക്കുന്നുണ്ട്. ഒന്നും തികയുന്നില്ല, രക്ഷപ്പെടുന്നില്ല. അവിടെയൊക്കെ ചെന്ന് പെടാൻ ഓരോരുത്തർ മോഹിക്കുന്നു, വഴിപാട് ചെയ്യുന്നു, നേർച്ചകളിടുന്നു, ഒത്തിരി ത്യാഗം സഹിക്കുന്നു. ചെന്നിട്ട് യാതൊരു വിശേഷവും ഇല്ലാത്ത ഫലം. ഗ്രഹനില നോക്കുമ്പം ശംഖപാല കാളസർപ്പോ, തക്ഷക കാളസർപ്പോ, അല്ലെങ്കിൽ ജന്മകാളസർപ്പമോ, ഇങ്ങനെയുള്ള 10-14 കാളസർപ്പത്തിൽ ഏതെങ്കിലും ഉണ്ട് ഇവർക്ക്. ഇതിനെ നമുക്ക് പൊതുവായിട്ടൊരു ഇന്ന ജോലി അല്ലെങ്കിൽ ഇന്നപ്പം ധനം എന്ന് പറഞ്ഞാൽ 37-40 വയസ്സ് കഴിഞ്ഞാൽ ക്രമാനുഗതമായി രക്ഷപ്പെടും. പേരും നക്ഷത്രവും ചേർത്തും കൊണ്ട് സർപ്പബലി, നവഗ്രഹ പൂജ ആദി കർമ്മങ്ങൾ ഒക്കെ ചെയ്യുക 40 വയസ്സ് വരെ.
ക്ഷമയോടെ കാത്തിരിക്കുക, ഉള്ളത് കൊണ്ടോണം പോലെ കഴിയുക. അതിനുശേഷം ഈശ്വരകൃപയാൽ ഏതെങ്കിലും അവനവൻ്റെ കഴിവ്, ബുദ്ധി, യുക്തി, പ്രതാപം ഇതൊക്കെ അനുസരിച്ച് എന്തെങ്കിലും രീതികളിൽ അപ്രതീക്ഷിതമായ ധനം, ഐശ്വര്യാദികൾ വന്ന് പേരും പ്രസിദ്ധിയോടും കൂടി ജീവിക്കാനുള്ള യോഗം തെളിയും. സർപ്പബലി നടത്തുക, നവഗ്രഹ പൂജകൾ ചെയ്യുക. ഇത് രണ്ടും ചെയ്ത് നോക്ക്. എന്നിട്ട് രക്ഷപ്പെട്ടു എന്ന് കണ്ടാൽ അക്കാലത്ത് വീണ്ടും ഒരു കത്തൂടെ അയക്കുക.